നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. വൈഡിന് മേൽ വൈഡ്. ഒരു ഓവറിൽ 7 വൈഡ് എറിയുക. ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 13 പന്തുകൾ എറിയേണ്ടി വന്നു. 11ാമത്തെ ഓവറിലാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക രണ്ടാം T20 മത്സരം ന്യൂ ചണ്ഡീഗറിൽ പുരോഗമിക്കുകയാണ്. അർഷ്ദീപ് സിംഗ് ആണ് ഇങ്ങനെ എറിഞ്ഞത്. ഇതോടുകൂടി റെക്കോർഡായിരിക്കുന്നു. ജോയിൻറ്റ് മോസ്റ്റ് ബോൾസ് ബൗൾഡ് ഇൻ എ T20 ഓവർ അമംഗ് ഫുൾ മെമ്പർ ടീംസ്. ഇപ്പം ICCയുടെ ഫുൾ മെമ്പർ ടീംസിൽ ഓരോ ഓവറിൽ ഏറ്റവും അധികം പന്തുകൾ T20 മത്സരത്തിൽ എറിഞ്ഞ റെക്കോർഡ് ഇപ്പോൾ അർഷ്ദീപ് സിംഗിൻ്റെ കൂടി പേരിലാണ്. ജോയിൻറ്റ് മോസ്റ്റ് ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തുടരെ വൈഡ് എറിയുമ്പോൾ ഗംഭീറിൻ്റെ ഒരു പ്രതികരണം TV സ്ക്രീനിൽ നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹം ദേഷ്യത്തിലാണ്. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൃത്യമായിട്ട് വന്നു. അദ്ദേഹം എന്തൊക്കെയോ പറയുന്നത് നമ്മൾ കണ്ടു. അതിനെ എതിർത്തുകൊണ്ട് കുറേ പോസ്റ്റുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഒരു യുവതാരത്തെ സിറ്റുവേഷൻ എന്താണെങ്കിലും ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല, ഗംഭീർ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. എന്തായാലും ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം അങ്ങനെ ചെയ്തു പോയതാകണം, പറഞ്ഞു പോയതാവണം. ഏതായാലും വല്ലാത്തൊരവസ്ഥ. അർഷ്ദീപ് 4 ഓവറിൽ വിട്ടുകൊടുത്ത 54 റൺസാണ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി QDക്ക് പൊള്ളിച്ചടുക്കി 46 പന്തിൽ നിന്ന് 90 റൺസാണ് അദ്ദേഹം അടിച്ചത്. 5 4 7 6. പിന്നെ ജിതേഷ് ശർമ്മയുടെ ഒരു ഷാർപ്പ് വർക്കിലാണ് അദ്ദേഹം പുറത്താകുന്നത്. അല്ലെങ്കിൽ ഒരു സെഞ്ചുറി അദ്ദേഹം അർഹിച്ചിരുന്നു. ഏതായാലും ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റിന് 213 എന്ന വമ്പൻ സ്കോറാണ് നേടിയിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ 200-ന് മുകളിലുള്ളൊരു സ്കോർ ചേസ് ചെയ്ത് ജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളതാണ് ചരിത്രം. QDക്കയും ഹെൻഡ്രിക്സും ചേർന്നിട്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 38 റൺസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് സംഭാവന ചെയ്ത് നിൽക്കവേ 5ാമത്തെ ഓവറിൽ ഹെൻഡ്രിക്സ് മടങ്ങി വരുൺ ചക്രവർത്തി പറഞ്ഞു വിടുകയായിരുന്നു. 10 പന്തിൽ 8 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. മാർക്രം 26 പന്തിൽ നിന്ന് 29 റൺസ് അടിച്ചപ്പോൾ ഡേവൽ ഡുബ്രവിസ് 10 പന്തിൽ നിന്ന് 14 റൺസാണ് നേടിയത്. QDK 46 പന്തുകൾ 5 4 7 6 അടക്കം 90 റൺസ് അടിച്ചു. അതേസമയം അവസാനം മികച്ച രൂപത്തിലാണ് ഡൊണാവൻ ഫെറീറയും ഡേവിഡ് മില്ലറും ചേർന്നുകൊണ്ട് ഫിനിഷ് ചെയ്തത്. ഫെറീറ 16 പന്തിൽ നിന്ന് ഒരു 4 3 6 അടക്കം 30 റൺസ് അടിച്ച് പുറത്താകെ നിന്നപ്പോൾ ഡേവിഡ് മില്ലർ 12 പന്തിൽ നിന്ന് 2 4 3 6 അടക്കം 20 റൺസ് അടിച്ച് പുറത്താകെ നിന്നു. ഇന്ത്യൻ ബൗളർമാർ 22 എക്സ്ട്രാസാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അർഷ്ദീപ് 4 ഓവറിൽ 54, ബൂംറ 4 ഓവറിൽ 45. അതേസമയം വരുൺ ചക്രവർത്തി മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. 4 ഓവറിൽ 29 റൺസ് 2 വിക്കറ്റ്. അക്സർ പട്ടേൽ 3 ഓവറിൽ 27 റൺസ് 1 വിക്കറ്റ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ 3 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്തപ്പോൾ ശിവൻ ദ്യൂബ് 2 ഓവറിൽ 18 റൺസും വിട്ടുകൊടുത്തു. എന്തായാലും 214 വിജയലക്ഷ്യം. ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ശക്തി വെച്ച് മറികടക്കാൻ കഴിയേണ്ടതാണ്. കാത്തിരിക്കാം നമ്മുടെ ബാറ്റർമാരുടെ പ്രകടനത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.